مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. ذلك الفضل من الله وكفى بالله عليما. വിശ്വാസികൾ, സഹോദരൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിക്കുവാൻ നാം എല്ലാം പരിശ്രമിക്കേണ്ടതുണ്ട്. ഇസ്ലാം നിർബന്ധമാക്കിയ സർവത്ര കാര്യങ്ങളും പരമാവധി നാം അനുഷ്ഠിക്കേണ്ടതുണ്ട്. മതം നിഷിദ്ധമാക്കിയത് നാം ഉപേക്ഷിക്കുകയും ചെയ്യും. അതോടൊപ്പം ഐച്ഛികമായി സുന്നത്തായി നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. അതുകൂടി നമ്മുടെ ജീവിതത്തിൽ പാലിക്കുകയും സ്വായത്തമാക്കുകയും ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്ന നല്ല വിശ്വാസികളുടെ ഗണത്തിൽ ഉൾപ്പെടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് സഹായിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായ ഒരനുഭവമാണ് നാം ഇന്ന് സൂചിപ്പിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ ആ കാര്യത്തെ സംബന്ധിച്ച് നമുക്ക് വിശദീകരിച്ചു തരുന്നു. അൻസാരികളിൽപ്പെട്ട ഒരു അനുചരൻ വളരെയധികം ദുഃഖിതനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ മുഖഭാവം ദുഃഖം നിറഞ്ഞതായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി അറാക മഹ്സൂന, എന്താണ് താങ്കളെ വലിയ ദുഃഖിതനായിട്ട് ഞാൻ കാണുന്നത്? ആ അൻസാരി പറഞ്ഞു, അതേ റസൂലേ, ഞാൻ വല്ലാത്തൊരു ആലോചനയിലാണ്, വലിയൊരു ചിന്തയിലാണ്. മനസ്സിന്റെ ആലോചനയുടെ വിഷമം കൊണ്ടാണ് അദ്ദേഹം ദുഃഖിതനായിരിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ എന്നെ ബാധിച്ചിട്ടുള്ള ഇത്രയേറെ വിഷമിപ്പിച്ചിട്ടുള്ള ദുഃഖം? ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ പ്രഭാതത്തിലും വൈകുന്നേരവും ഒക്കെ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു, വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഈ അടുത്തായി എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്ന ഒരു വിഷയമുണ്ട്. എന്തായിരുന്നാലും അല്ലാഹുവിന്റെ വിധി അനുസരിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഓരോരുത്തരായി വിട പറഞ്ഞു പോകും. നമ്മളൊക്കെ ഇവിടെ നിന്ന് വിട പറഞ്ഞു പോകാനുള്ളവർ തന്നെയാണ്. അന്ന് ഈ ലോകത്തോടെ വിട പറയുകയും സ്വർഗത്തിന്റെ അത്യുന്നതമായ സ്ഥാനത്ത് നബിമാരോടൊപ്പം സഹവസിച്ച് കഴിയുകയും ചെയ്യുമ്പോൾ ഈ ഉള്ളവരുടെ അവസ്ഥ എന്താണെന്നുള്ള ആലോചനയാണ്. വീട്ടിലേക്ക് ചെന്ന് ഏറെ നേരം അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അങ്ങയുടെ മുഖമൊന്ന് കാണണം, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് ഇരിക്കണം, എന്നാലേ മനസ്സിനൊരു സമാധാനം ലഭിക്കുള്ളൂ. അങ്ങനെയുള്ള എനിക്ക് പരലോകത്ത് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിച്ചാൽ തന്നെ അങ്ങയെ കണ്ട് ആനന്ദിക്കുവാനുള്ള ആ മനസ്സമാധാനം അനുഭവിക്കാനുള്ള അവസരം ഉണ്ടാകുമോ എന്നായിരുന്നു ആ സഹാബിയുടെ സംശയം. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രയാസം. സ്വർഗത്തിലാണെങ്കിൽ പോലും ഈ ദുനിയാവിൽ വെച്ച് റസൂലിനെ കാണാതിരിക്കുമ്പോൾ അങ്ങേയറ്റ വിഷമം അനുഭവിക്കുന്ന എനിക്ക് ആ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള അവസരം നഷ്ടപ്പെട്ടേക്കുമോ, അതിനൊരു സാഹചര്യം അവിടെ ഉണ്ടാകുമോ? ഈ കാര്യത്തെപ്പറ്റി ആലോചിച്ച് ദുഃഖിതനായിക്കൊണ്ടാണ് അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിൽ കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല, മറിച്ചവിടുന്ന്
കഴിഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് സൂറത്തുൽ നിസായിലെ ഒരായത്ത് ഓതി കേൾപ്പിക്കുകയാണ്. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആർ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ, അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്നുവോ, ഖുർആനിന്റെയും പ്രവാചകന്റെ സുന്നത്തുകളും അനുസരിച്ചുകൊണ്ട് ആരാണോ ജീവിതം ക്രമപ്പെടുത്തുന്നത്, ഫഉലൈക, അങ്ങനെയുള്ള എല്ലാ ആളുകൾക്കും ലഭിക്കാനിരിക്കുന്ന വലിയ അനുഗ്രഹമുണ്ട്. മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹുവിന്റെ നിഅമത്ത് ലഭിച്ച് അവന്റെ അനുഗ്രഹീതരായ മഹാന്മാരോടൊപ്പമായിരിക്കും ഈ ആളുകളുടെ ജീവിതം. ആരാണ് ആ മഹത്തുക്കൾ? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാർ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കൾ, അത്യുന്നതമായ പദവിയുള്ള സുദ്ദീഖുകൾ എന്നെല്ലാം സർവത്ര സാലിഹീങ്ങളായ സദവൃത്തരായ സജ്ജനങ്ങൾ, അവരോടെല്ലാം കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കഴിയാനുള്ള കാണാനുള്ള അവസരമുണ്ടാകും. വഹസുന ഉലൈക റഫീഖ, ഏറ്റവും നല്ല കൂട്ടുകാരാണവർ. ഈ മഹാന്മാരായ കൂട്ടുകാരോടൊപ്പം വീണ്ടും അവരെ കാണുകയും സൗഹൃദത്തോടുകൂടെയും സ്വർഗ്ഗത്തിൽ ജീവിക്കുവാനുള്ള സൗഭാഗ്യമുണ്ടാകും. അല്ലാഹുവിൽ നിന്നുള്ള ഫضലാണ്, അവൻ നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുവാൻ ഏറ്റവും മതിയായവനെ പഠിച്ചവൻ സർവജ്ഞനായ അല്ലാഹുവിന്റെ തീരുമാനമാണ്, അവന്റെ പ്രഖ്യാപനമാണിത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാൻ, ഉന്നതരായ ആളുകളോടൊപ്പം കഴിയാൻ എല്ലാ വിശ്വാസികൾക്കും ഈ സൗഭാഗ്യം ലഭിക്കുവാനുള്ള അവസരമുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതരിപ്പിക്കുന്നു. ഇവിടെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളാണ് ഈ ചരിത്ര സാക്ഷ്യം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിന്റെ ആധിക്യം ആ അൻസാരിയുടെ എന്തെല്ലാം സഹാബാക്കിറാമിന്റെ മനസ്സുകളിൽ തന്നെ എന്തുമാത്രമായിരുന്നു സുശക്തമായി ഉണ്ടായിരുന്നത് എന്നതിന്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഇദ്ദേഹം. ഇദ്ദേഹം മാത്രമല്ല, ഇതുപോലെ നിരവധി സഹാബികളുടെ ജീവിതത്തിലെ അതുല്യമായ സംഭവങ്ങൾ പ്രവാചക സ്നേഹത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട സാക്ഷ്യങ്ങൾ നമുക്ക് കാണാൻ സുലഭമായി സാധിക്കുന്നതാണ്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉഹദീയത്തിന്റെ രണാങ്കണത്തിൽ മുറിവേറ്റ് കിടക്കുകയാണ്. യുദ്ധം അവസാനിച്ച സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആഹ്വാനം ചെയ്തു. സഅദിന് എന്ത് സംഭവിച്ചു? അദ്ദേഹം മരണപ്പെട്ടവരുടെ കൂട്ടത്തിലാണോ അതല്ല ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ അറിയുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് പറഞ്ഞു. അവർ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിർദ്ദേശം കേട്ട ഉടനെ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞു നടക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്നത് അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം അദ്ദേഹത്തെ അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് അങ്ങ് പറയാനുള്ളത്? അങ്ങ് പറഞ്ഞു, എന്റെ സലാം അല്ലാഹുവിന്റെ റസൂലിനോട് അറിയിക്കുന്നു, എന്റെ വസിയ്യത്ത് എന്റെ ആളുകളെ അറിയിക്കണം. എന്താണ് വസിയ്യത്ത്? അൻസാരികൾക്ക് നൽകുവാനുള്ള വസിയ്യത്താണ് അദ്ദേഹം നൽകുന്നത്. ചലിക്കുന്ന നേത്രമുള്ള ഒരു അൻസാരി ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരർത്ഥമേൽക്കുവാൻ അവസരമുണ്ടാകരുത് എന്ന് എന്റെ അനുചരന്മാരോട് സ്വന്തക്കാരോട് ഒരു വസിയ്യത്ത് എനിക്കുണ്ട്, അത് താങ്കൾ അറിയിക്കണമെന്നാണ്. യുദ്ധഭൂമിയിൽ നിരവധി വെട്ടുകളും മുറിവുകളുമേറ്റ് ജീവിതത്തിന്റെ അവസാന ശ്വാസത്തിലേക്ക് എത്തി നിൽക്കുന്ന ആ മനുഷ്യന് അന്തിമമായി തന്റെ സമൂഹത്തിന് നൽകാനുള്ള വസിയ്യത്തായിരുന്നു. അത് കഴിഞ്ഞ അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് തന്നെ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. സൂചിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതിന്റെ ആ സ്നേഹത്തിന്റെ അതിമൂർത്തമായ ഉഗ്രമായ അതിശക്തമായ മാതൃകൾ സമർപ്പിച്ച സഹാബികളുടെ നിരവധി സംഭവങ്ങളിൽ ചിലത് മാത്രമാണ്. ഇതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവിടുത്തെ ജീവൻ നൽകുവാൻ വേണ്ടി,
ഇന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് അപകടപ്പെടുത്തുന്നവരിൽ നിന്ന് സംരക്ഷണത്തിന് വേണ്ട ബാധ്യതയല്ല നമുക്കുള്ളത്. എന്നാൽ നമുക്ക് പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയണം. ആ സ്നേഹം അത്യധികമായിരിക്കുകയും ചെയ്യണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, സ്വന്തം മാതാപിതാക്കളെക്കാൾ, ഭാര്യയും സന്താനങ്ങളെക്കാളും, സർവ്വജനങ്ങളെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുമ്പോഴാണ് ലാ യുഅ്മിനു അഹദുക്കും നിങ്ങൾ വിശ്വാസികളായി മാറുക എന്നതാണ്. ആ വിശ്വാസത്തിന്റെ ഉന്നത വിധാനത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് എപ്പോഴാണ്? ഇത്തിബാഇലൂടെയാണ്, ത്വാഅത്തിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മതപരമായി നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നാം അനുസരിക്കുക, അവിടുന്ന് കാണിച്ചു തന്ന സുന്നത്തുകൾ, ശരീരങ്ങൾ നാം ഇത്തിബാഅ് ചെയ്യുക, അനുധാവനം ചെയ്യുക. അതിലൂടെയാണ് നമുക്കത് സാധിക്കുന്നത്. നിർബന്ധമായ കൽപ്പനകളുണ്ട്, നിഷിദ്ധമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, ഐച്ഛികമായ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, വെറുക്കേണ്ട അനുചിതമായ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സാധ്യമായിടത്തോളം നമ്മൾ പ്രാവർത്തികമാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. ജീവിതം കൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ സാക്ഷ്യം പറയുവാൻ നമുക്ക് സാധിക്കണം. അവിടെയും മഹാരഥന്മാരായ സഹാബത്തിന്റെ മാതൃക അത്യുജ്ജലമാണ്. പ്രയാസങ്ങളുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുമ്പോൾ ഒരു പ്രയാസവുമില്ലാതെ അനുസരിക്കുന്നതിന്റെ നിരവധി മാതൃക നമുക്ക് കാണാം. ഖൈബറിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഉള്ളത്. ആ ഖൈബറിൽ കഴിയുന്ന സന്ദർഭത്തിൽ ആളുകൾ താവളമടിച്ചിരിക്കുന്ന സ്ഥലത്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അറിയിപ്പ്. ഈ താവളമടിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് ദൂതന്മാർ വന്ന് വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് കഴുതയുടെ മാംസം കഴിക്കുന്നത് ഇതാ വിരോധിച്ചിരിക്കുന്നു. അതുവരെ കഴുതയുടെ മാംസം അവർ കഴിക്കാറുണ്ടായിരുന്നു. മാംസം പാകം ചെയ്ത് കഴിഞ്ഞു, അത് പാകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്. എന്തായിരിക്കും ആളുകളുടെ പ്രതികരണങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ അവരാരും തന്നെ കാത്തിരുന്നില്ല. ഇനി രണ്ടാമത് വീണ്ടും അറുത്ത് മാംസം പാകം ചെയ്യണമെങ്കിൽ, ഭക്ഷണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. ഏതായിരുന്നാലും ഈ ഉണ്ടാക്കിയ ഭക്ഷണം നിങ്ങൾ കഴിക്കട്ടെ എന്ന് ചോദിക്കുവാൻ വേണ്ടി ആരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് പോകുന്നില്ല. മറിച്ച് നമുക്ക് ചരിത്രത്തിൽ കാണാം, മാംസം തിളച്ചുകൊണ്ടിരിക്കുന്ന ആ പാത്രങ്ങളെല്ലാം കമിഴ്ത്തുകയാണ് ചെയ്തത്. ഒരു പ്രയാസങ്ങളുടെ വേദനയുമില്ല, ഒരു പരാതിയും കൊണ്ട് പറഞ്ഞില്ല. ബന്ധമെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കട്ടെ എന്ന് ചോദിച്ചില്ല, മറിച്ച് മുഴുവൻ ഉപേക്ഷിച്ചു. കാരണം അല്ലാഹുവിന്റെ റസൂൽ നിഷിദ്ധമാണെന്ന് അറിയിച്ചപ്പോൾ ഒരു താമസവുമില്ലാതെ അനുസരിക്കുന്ന ആ മഹാരഥന്മാരുടെ മാതൃക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാണെന്ന് പറയുന്ന എത്രയോ കാര്യങ്ങൾ നമസ്കരിക്കുന്ന മുസ്ലിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിരോധിച്ചതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ താല്പര്യത്തിനും, നമ്മുടെ സൗകര്യത്തിനും, നമ്മുടെ സമ്പാദ്യത്തിനും ഒക്കെ പ്രയാസമാണെന്ന് തോന്നുമ്പോൾ തൽക്കാലം ദീൻ മാറ്റിവെക്കുകയും നമ്മുടെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരല്ലേ നമ്മളിൽ പലരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിച്ച മതത്തിന്റെ അനുഷ്ഠാനങ്ങളിൽ പലതും ജീവിതത്തിൽ ചെയ്യുവാൻ നമുക്ക് മാനസികമായി മടുപ്പ് തോന്നുന്നുണ്ടോ എങ്കിൽ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന ആളുകളായി മാറുന്നില്ല. പ്രവാചകന്റെ സ്നേഹത്തിന്റെ മാതൃക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായിരുന്ന അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിതാവായ കപടവിശ്വാസികളുടെ നേതാവായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബൈ ഇബ്നു സലൂലിനെ വധിക്കട്ടെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ആ മുനാഫിക്കുകളുടെ നേതാവിനോട് ഒരുപാട് പ്രയാസങ്ങളാണ് മുസ്ലിങ്ങൾ അനുഭവിച്ചിരുന്നത്. പലപ്പോഴും സഹാബികൾ പോലും വിഷമം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ സമ്മതിക്കുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വധിക്കാമെന്ന് ആളുകൾ അഭിപ്രായപ്പെട്ടവരുണ്ടായിരുന്നു. അതേ വ്യക്തിയെ സ്വന്തം മകൻ വന്നുകൊണ്ട് റസൂലിനോട് ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ പിതാവിനെ എന്റെ
സഹോദരങ്ങളെ, ആ സ്നേഹത്തിന്റെ, ആ ഈമാനിന്റെ ശക്തി മദീനയുടെ പരിസരത്തെത്തിയപ്പോൾ പിതാവിനോട് പറഞ്ഞു, അങ്ങക്ക് ഈ രാജ്യത്തേക്ക് പ്രവേശനമില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് പോയി അനുവാദം ചോദിച്ചാൽ മാത്രമേ അങ്ങ് ഈ മദീനയിലേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ എന്ന്. രക്തബന്ധവും കുടുംബബന്ധവും വിസ്മരിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന, പ്രവാചകൻ വെറുക്കുന്നതിനെ വെറുക്കുന്ന മഹത്തായ മാതൃകയില്ലേ ഇത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്രമാത്രം സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന ആ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ. എന്തുകൊണ്ടാണ് റസൂലിനോട് ബഹുമാനമില്ലാത്തതുകൊണ്ടാണോ ആദരവില്ലാത്തതുകൊണ്ടാണോ? അല്ല, അങ്ങേറ്റത്തെ ആദരവുകൊണ്ട് ജീവൻ സമർപ്പിച്ചവരാണവർ, സമ്പത്ത് സമർപ്പിച്ചവരാണവർ, പ്രവാചകന്റെ ഏത് കൽപ്പനയും ശിരസ വഹിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് എഴുന്നേൽക്കുന്നില്ല? അല്ലാഹുവിന്റെ റസൂലിന് അത് ഇഷ്ടമായിരുന്നില്ല. പ്രവാചകന്റെ വെറുപ്പുള്ള കാര്യമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ നിൽക്കാറുണ്ടായിരുന്നു. മതത്തിന്റെ നിയമമല്ലാത്ത കാര്യങ്ങളിൽ പോലും പ്രവാചകൻ ഇഷ്ടപ്പെടുന്ന സഹാബികളെ നമുക്ക് കാണാം. ഒരു സഹാബി അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊരങ്ങ അത് നല്ല ഇഷ്ടമുള്ള കറിയാണ്. അതുകൊണ്ട് ഞാൻ പ്രവാചകൻ ഇഷ്ടമുള്ളതാണെന്ന് അറിഞ്ഞതിന് ശേഷം ഞാനും അത് തെരഞ്ഞെടുത്ത് കഴിക്കുന്ന സ്വഭാവമുള്ളവരായി മാറിയില്ല. മതത്തിൽ അങ്ങനെ മുസ്ലിങ്ങളെല്ലാം ചരകെന്നാണ് റസൂൽ പഠിപ്പിച്ചിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം ഇഷ്ടമുണ്ടാവില്ല, ഇഷ്ടമുണ്ടാവില്ല. അത് മതനിയമമായതിന്റെ പേരിലല്ല ഈ ഇഷ്ടങ്ങളും ഉണ്ടായത്. പക്ഷേ എന്നിട്ട് പോലും പ്രവാചകൻ ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടുകയും പ്രവാചകൻ ഇഷ്ടമില്ലാതെ വെറുക്കുന്നത് വെറുക്കുകയും ചെയ്യുന്ന ഒരു ഉമ്മത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുന്നത്തിൽ അങ്ങേയറ്റം ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്ത ആ സ്വഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം മുന്നറിയിപ്പ് നൽകുകയും താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുള്ള ബിദ്അത്തിനോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല. അതിനെ ശക്തമായി വെറുക്കുകയും അതിനെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നതിലും ഈ സ്വഹാബത്തിന്റെ മാതൃക മഹത്തരമാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. സൂചിപ്പിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നമ്മുടെ കടപ്പാടും ബന്ധവും അത് ഏത് രൂപത്തിലായിരിക്കണമെന്നതിന്റെ ചെറിയ ഒരു സൂചന മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളും മാതൃകകളും ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ ഇഷ്ടവും സ്നേഹവും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനുള്ള തഖ്വയും മത നിയമനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണമെന്ന് ഉണർത്തുകയും ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിനെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ആ സ്നേഹത്തിന്റെ മാതൃകയായി സ്വീകരിക്കേണ്ടത് എന്നെ പിൻപറ്റുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യുകയാണ്. അതിന്റെ പരിണിതഫലം യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം ജീവിച്ചിട്ടുണ്ട്. അതിന് ശേഷം അവിടുത്തെ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഖലീഫമാണ്. അതിനുശേഷമുള്ള തലമുറകൾ എല്ലാം പിന്നിട്ട് 3 നൂറ്റാണ്ടിന്റെ കാലയളവുകൾക്ക് ശേഷമാണ് പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ നാം ഇന്ന് കേൾക്കുന്ന രൂപത്തിലുള്ള ജന്മദിനാഘോഷം എന്ന ചരിത്രം നമ്മൾ കാണുന്നത്. ഹിജ്റ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുള്ള ഒരു രാജാവാണത്രേ അത് സജീവമായി തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുള്ളത്. 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്, യുദ്ധം നിഷിദ്ധമാണെന്ന് ഖുർആൻ പ്രഖ്യാപിച്ചു. റമദാൻ മാസത്തിന്റെ മഹത്വവും ഖുർആനിലൂടെ തന്നെ നമുക്ക് വിശദീകരിക്കപ്പെട്ട് കാണാം. ഈ മാസങ്ങളിൽ റബീഉൽ അവ്വൽ മാസം ഇല്ല. മുഹറം 10 സവിശേഷതയുള്ള ദിനമാണെന്ന് പഠിപ്പിച്ചു. അന്നേ ദിനം വ്രതമനുഷ്ഠിക്കാൻ പറഞ്ഞു. 2 പെരുന്നാളുകൾ
മഹത്വമുള്ള ദിനങ്ങളാണ് അന്ന് ആഘോഷിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നമ്മളോട് പഠിപ്പിക്കുകയില്ല. ദുൽഹജ്ജ് 9 അറഫാ ദിനത്തിന്റെ മഹത്വം പഠിപ്പിച്ചു. അന്ന് ഹാജിമാരല്ലാത്തവർ വ്രതമനുഷ്ഠിക്കണമെന്ന് പ്രത്യേകം സുന്നത്തായി നിശ്ചയിച്ചു. ആഴ്ചയിൽ പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിനത്തെ കുറിച്ച് പഠിപ്പിച്ചു. അതെന്ത് ചെയ്യണമെന്നും നമ്മളോട് നിർദ്ദേശിച്ചു. നോമ്പെടുക്കൽ സുന്നത്തുള്ള തിങ്കളും വ്യാഴവും അല്ലാഹു റസൂൽ നമുക്ക് വിശദീകരിച്ചു തന്നു. ഇങ്ങനെ സവിശേഷതയുള്ള മാസം, സവിശേഷതയുള്ള ദിവസം, അത്തരം സന്ദർഭങ്ങളിൽ നാം അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്യേണ്ട കർമ്മങ്ങൾ, കാര്യങ്ങൾ, ഇതെല്ലാം ഇസ്ലാമിൽ നമുക്ക് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ റബീഉൽ അവ്വൽ 12 എന്ന തീയതി നമുക്ക് കാണാൻ സാധ്യമല്ല. ആ ദിവസത്തിന്റെ ശ്രേഷ്ഠത പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിൽ ഏതെങ്കിലും പ്രത്യേക കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അധ്യാപനം ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങളിലില്ല, ഹദീസ് ഗ്രന്ഥങ്ങളിലില്ല. ആദ്യകാല 3 നൂറ്റാണ്ടിലെ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിലും ഈ കാര്യത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നേരെ കാണാൻ സാധ്യമല്ല. ഖുർആൻ പ്രവാചകന്റെ ചര്യകൾ മനസ്സിലാക്കാത്തതുകൊണ്ടായിരിക്കില്ല, അത്തരമൊരു കർമ്മം ചെയ്യുവാനുള്ള സാഹചര്യവും സാധ്യതയും ഇല്ലാത്തതുകൊണ്ടുമായിരിക്കും. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്നേഹിക്കുന്നതിന്റെ പേരിൽ ക്രൈസ്തവ ലോകം അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജന്മദിനമാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കർമ്മം നിർവഹിച്ചിരുന്നുവെങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്നായിരുന്നു എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പണ്ഡിത ലോകത്തുണ്ടാകുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് എന്ന വിഷയത്തിൽ പൊതുവിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ 7 അഭിപ്രായങ്ങളാണ് പ്രവാചകന്റെ ജനനത്തീയതിയെ സംബന്ധിച്ചുള്ളത്. എന്റെ ഇത്രയധികം അഭിപ്രായങ്ങൾ വരാൻ കാരണം അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ വല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ, വല്ലതും ചെയ്യുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് തീരുമാനിക്കപ്പെടും, അത് ആചരിക്കപ്പെടും, അത് അനുഷ്ഠിക്കപ്പെടും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിലെ 4 ഖലീഫമാർ ഖുലഫാഉർ റാഷിദുകൾ കൃത്യമായി വന്ന് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസത്തിൽ ബാങ്കും ഇഖാമത്തും വിളിച്ചില്ല. ജുമുഅക്ക് ബാങ്ക് വിളിച്ച അതേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ടാണ് പെരുന്നാൾ നമസ്കാരത്തിന്റെ ബാങ്ക് ഒഴിവാക്കിയത്? അതിനാവശ്യമില്ലാത്തതുകൊണ്ടാണോ? അതിനുള്ള സാധ്യതയും സൗകര്യവും ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പെരുന്നാൾ നമസ്കാരത്തിന് നമ്മളാരും ബാങ്കും ഇഖാമത്തും വിളിക്കാറില്ല. സാധ്യതയും സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ, തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം തീർത്തും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അത് ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഒരു പ്രത്യേക ദിവസം പുണ്യദിനമായി ആചരിക്കുകയും അന്നേ ദിവസത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളും മഹത്വങ്ങളും പുണ്യങ്ങളും പ്രാധാന്യപൂർവ്വമുണ്ടെന്ന് പറയുകയും ചെയ്ത് ആ ദിവസം പ്രത്യേകമായി വെയിലായി ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നമ്മുടെ നാടുകളിൽ ചിലയിടങ്ങളിൽ കണ്ടുവരുന്നത്. ഇത്തരത്തിൽ 3ാമത്തെ ഈദുൽ ഫിത്ർ, ഈദുൽ അദ്ഹയുടെയും പുറമെ 3ാമത്തെ ഈദ് ഒരു ആഘോഷം മതപരമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അവിടുത്തെ സഹാബികൾ ചെയ്തിട്ടില്ല, സലഫുകളും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം, അത് ബിദ്അത്താണ്, പ്രവാചകന്റെ സുന്നത്തിലില്ലാത്തൊരു കാര്യമാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഇത്തരം കാര്യങ്ങൾ വർജിക്കുവാനാണ് നമുക്ക് സാധിക്കേണ്ടത്. തീർത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകകൾ മനസ്സിലാക്കുവാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയണം. ഒരു ഭാഗത്ത് സുന്നത്ത് നാം അനുധാവനം ചെയ്യുമ്പോൾ മറുഭാഗത്ത് ബിദ്അത്തുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുവാനും നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വളരെയധികം മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളിൽ ഒന്നാണ് ബിദ്അത്ത്. അതുകൊണ്ട് ബിദ്അത്തുകളുടെ കാര്യങ്ങൾ ഗൗരവപൂർവ്വം തന്നെ ആലോചിക്കേണ്ടതുണ്ട്. പൂർവ്വകാല പണ്ഡിതന്മാരിൽ പലരും ഇത്തരം ബിദ്അത്തുകൾ മുസ്ലിം സമൂഹത്തിൽ കടന്നു വരുമ്പോൾ അതിശക്തമായ രീതിയിൽ മുന്നറിയിപ്പ് നൽകിയ നിരവധി സംഭവങ്ങൾ, ആരാധനകൾ,
ഇസ്ലാമികമായി നമുക്ക് പഠിപ്പിക്കപ്പെട്ടതല്ല എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുവാനും പാലിക്കുവാനും നമുക്കെല്ലാം തൗഫീഖും അനുഗ്രഹവും നൽകി വർഷിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും ലഭിച്ചുകൊണ്ട് ഈമാനോടുകൂടെ മരിക്കുവാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് പലരും മരണപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ചയിൽ നമ്മളിൽ നിന്ന് നമ്മുടെ സഹോദരി വിട പറഞ്ഞിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബർ ജീവിതം അനുഗ്രഹപൂർണ്ണമാക്കി കൊടുക്കുമാറാകട്ടെ. അവർ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെല്ലാം പ്രതിഫലാർഹമായി കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും എല്ലാം തന്നെ പ്രപഞ്ചനാഥനായ അല്ലാഹു സ്വർഗത്തിന്റെ അധികാരികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. നാം അഭിമുഖീകരിക്കുന്ന എല്ലാതരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നമുക്ക് ആശ്വാസവും കടുപ്പമാക്കി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിരുന്ന കാര്യമാണ് എണ്ണത്തിൻ്റെ പരിധി നമുക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ പെടാതെ ജുമാ നഷ്ടപ്പെട്ടു പോകുന്ന ഒട്ടേറെ ആളുകൾ നമുക്കിടയിലുണ്ട്. കഴിഞ്ഞ ആഴ്ച വന്ന് പലർക്കും ഈ ആഴ്ച വരാൻ സാധിക്കണമെന്നില്ല. ആ യുഗത്തിലാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ പള്ളികളിലെല്ലാം ഈ കാര്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആഗ്രഹിക്കുന്നു, നമുക്ക് നമ്മുടെ നീയത്ത് വളർച്ചത് വരാൻ അറിയാം. പക്ഷേ നിയമത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും സാധ്യത അനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുക. അത്തരം സാഹചര്യങ്ങളിൽ ജുമായിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്ന ആളുകൾ വേദനിക്കേണ്ടതില്ല. നിങ്ങളുടെ വിഷമം അല്ലാഹു മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. അതൊരു നഷ്ടമായി നിങ്ങൾ കരുതേണ്ടതില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായും തങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിലും പങ്കെടുത്തിരുന്ന ചില ആളുകൾക്ക് കാരണമുള്ളതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയാതായപ്പോൾ റസൂലുള്ളാഹി കാരണമുള്ളതുകൊണ്ടാണ് അവർക്ക് വരാൻ കഴിയാതെ പോയത്. അവർക്ക് അല്ലാഹു അതിന്റെ അനുഗ്രഹ പ്രതിഫലം നൽകുമെന്ന്, ആ പ്രതിഫലം നമ്മളിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്ന ആളുകളിൽ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെ, പ്രാർത്ഥനയോടുകൂടെ തന്നെ ഈ ഒരു സാഹചര്യത്തെ നാം അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു